പെരുമ്പാവൂരിൽ 1.25 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂരിലെ സ്വകാര്യ ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. And we have seized illegal hums and other illegal products worth more than 1.25 crores. We are investigating the source of the products, also where all supplies are made. It is part of the investigation. We have also seized 2 note counting machines and 1 lakh rupees from the accused. Accused is with us and we are investigating the case. We are interrogating him about further details. സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വിശദാംശങ്ങൾ. അമൃത, ഇന്ന് രാവിലെയാണ് പെരുമ്പാവൂരിൽ മുടിക്കൽ തടിഡിപ്പോയ്ക്ക് സമീപമുള്ള ഒരു സ്വകാര്യ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇവിടെ നിന്നാണ് നിരോധിത പുകയില വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. 1.25 കോടി രൂപയോളം വരുന്ന വസ്തുക്കളാണ് ഇതിൽ ഉള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വലിയ ഗോഡൌൺ നിറയെ ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ചാക്കിനുള്ളിലാക്കി നിറച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ അരി ഗോഡൌണിലൊക്കെ കാണുന്നത് പോലെ അത്രപോലെ ഒരു കാഴ്ചയാണ് ഇവിടെ ലഹരി വസ്തുക്കൾ കൂട്ടി വെച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള പുകയില വസ്തുക്കളുണ്ട്, അതോടൊപ്പം തന്നെ സിഗരറ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാശ്മീരിൽ നിന്ന് ഉൾപ്പെടെയൊക്കെ അവിടെ മാത്രം വിൽപ്പന നടത്തിക്കൊണ്ടുന്ന പുകയില വസ്തുക്കളുണ്ട്. അതൊക്കെ ഇവിടെ എത്തിക്കുകയാണ് അറിഞ്ഞത്. ബംഗളൂരുവിൽ നിന്നാണ് ഇത് കൂട്ടത്തോടെ എത്തിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും ഇത് ഇവിടെ എത്തിച്ചതിന് ശേഷം ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ എടപ്പാൾ സ്വദേശിയായിട്ടുള്ള ഒരു കമറുദ്ദീനുണ്ട്. ഈ കമറുദ്ദീനാണ് ഈ ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിരുന്നത്. ഇയാളെയും അതോടൊപ്പം തന്നെ 2 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലോടെ വ്യക്തമാവുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്ന് 1 ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്.